LSTD ഉദ്യോഗസ്ഥനും ഒരു തദ്ദേശ സ്വയംഭരണ അംഗവും എന്ന വിധത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഏതാണ്ട് 10ഓളം ഗ്രൂപ്പുകൾ 12ഓളം ഗ്രൂപ്പുകൾ ഈ 6 പഞ്ചായത്തുകളിൽ അവർ പരിശോധന നടത്തി അതിൻ്റെ ഒരു നല്ല റിസൾട്ട് ഉണ്ടായി വരികയാണ്. നാളെയും ആ പരിശോധന തുടങ്ങും. ആളുകൾ പലരും ഈ സർക്കാർ പ്രഖ്യാപിച്ച പണം തന്നെ നമുക്ക് അതിലേക്ക് നിൽക്കാം എന്ന ഒരു പൊതുവായ ആശയമാണ് വന്നിട്ടുള്ളത്. ചിലരപൂർവമായിട്ടുള്ള ചില സംഖ്യ കൂട്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാവുന്ന വിധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകളോടും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ സഹായമായ 6000 രൂപ എന്ന പൊതുധാരണയിൽ നമ്മൾ എത്തുകയും ചെയ്തു. അത് പൊതുവെ നല്ല ഒരു ഫലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും വാടക വീട്ടിലേക്ക് മാറുന്നവരുടെ അതേ നിലവാരത്തിലുള്ള സഹായം ചെയ്യും എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ ഞങ്ങൾ മന്ത്രിതല ഉപസമിതി പറഞ്ഞിരുന്നു. അത് ഇന്നലെ തീരുമാനമായി വാടക വീടുകളിൽ ബന്ധുവീടുകളായി തിരഞ്ഞെടുക്കുന്നവർക്ക് ആ വാടക കൊടുക്കാം, അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും കൊടുക്കാം. അങ്ങനെ ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് കുറേശ്ശെ റിലീസായി പോകുന്നുണ്ട്. ക്യാമ്പുകളിൽ എഫക്റ്റഡ് അല്ലാത്ത ആളുകളും ചിലരുണ്ടായിരുന്നു. അത് മഴ കെടുതി അവരെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഈ ദുരന്ത മേഖലയിലല്ല, അതിനോട് സമീപമുള്ള ആളുകൾ ഭീതി, മഴയുടെ ആധിക്യം ഇതൊക്കെ കൊണ്ട് മാറിയവരുണ്ട്. അവരൊക്കെ അവരുടെ വീടുകളിലേക്ക് വൃത്തിയാക്കി തിരിച്ചു പോകാനുള്ള പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അത് പൊതുവിൽ അങ്ങനെയാണ് കാണുന്നത്. ഇന്ന് ഞങ്ങൾ 3 മന്ത്രിമാരും ചേർന്ന് ഇൻസിഡൻറ്റ് കമാൻഡറുമായി സംഭവ സ്ഥലങ്ങൾ വീണ്ടും ഒന്ന് സന്ദർശിക്കുകയുണ്ടായി. അപ്പം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയാനുള്ളത്, വളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, ഒഫീഷ്യൽസ്, നമ്മുടെ ഫോഴ്സ്, ജനപ്രതിനിധികൾ ഈ കാറ്റഗറിയിൽ ഒതുങ്ങി നിൽക്കുന്നവരല്ലാതെ തൽക്കാലം ഇപ്പോൾ അവിടേക്ക് സന്ദർശകരായി എത്തിച്ചേരുന്നവർ അത് ഒഴിവാക്കണം എന്ന നിർബന്ധമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് പുഞ്ചിരിമറ്റത്ത് ഞങ്ങൾ 3 പേരും ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. കാണാൻ വേണ്ടി വന്ന ഒരാളായിരിക്കാം. പുഞ്ചിരിമറ്റം എന്ന സ്ഥലം നിങ്ങളെല്ലാവരും പോയി കണ്ടതാണ്. പുഞ്ചിരിമറ്റത്തിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥലത്ത് ഒറ്റക്കല്ലിൽ കയറി നിന്ന് താഴത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ നല്ല മഴയുണ്ട്, കാറ്റുണ്ടാകും. ഈ മുന്നറിയിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. അവിടെ നിൽക്കുന്ന ആളുകൾ ഒന്ന് താഴത്തോട്ട് മാനസികമായി മാറാനോ ഒന്ന് തലയിട്ടുകയോ അല്ലെങ്കിൽ ഇത് കണ്ടു പേടിക്കുകയോ ഈ ദുരന്തഭൂമിയുടെ അളവ് കണ്ട് പേടിക്കുകയൊക്കെ ചെയ്ത് പോയാൽ അത് വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പോലീസ് അക്കാര്യത്തിലൊരു പൊതു നിയന്ത്രണം ഉണ്ടാക്കും. ദയവായി സന്ദർശകരായി എത്തിച്ചേരുന്നവരോട് ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതില്ല. എന്നാൽ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പോകുന്നവർക്ക് അങ്ങനെ പോവുകയും ചെയ്യാം. ഇന്ന് ഞങ്ങൾ കണ്ട വളരെ അഭിമാനം തോന്നിയ ഒരു കാര്യം, നമ്മുടെ ശുചിത്വ മിഷൻ ഓരോ ദിവസവും അവിടെ എത്തി പോകുന്ന ആളുകൾ ഉൾപ്പെടെ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വിവിധ തരത്തിലുള്ള കുപ്പികൾ, അവിടെ ഇവിടെ ഉണ്ടാകുന്ന മറ്റ് സംഭവങ്ങളെല്ലാം മാറ്റാൻ ടൺകണക്കിന് മാലിന്യം, പേപ്പർ പ്ലേറ്റുകൾ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ബാക്കി പത്രങ്ങൾ, ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനുള്ള നല്ല ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. അത് പൊതുവെ സ്വാഗതാർഹമാണ്.